നാം ആരെയാണ് ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത്? നമ്മുടെ മാതാപിതാക്കളെയാണോ? അല്ല, നമ്മുടെ ഗുരുവര്യന്മാരെയാണോ? അതുമല്ല, നമ്മുടെ ഭാര്യമാരെയാണോ? മക്കളെയാണോ? നമ്മുടെ മനസ്സിൽ, ഹൃദയത്തിൽ ഏറ്റവും കൂടുതൽ പ്രണയമുള്ളത് ആരോടാണ്? നാം ഓരോരുത്തരും ചിന്തിക്കേണ്ട വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണിത്. ഒരു വിശ്വാസി ഏറ്റവും കൂടുതൽ ഇഷ്ടം വെക്കേണ്ടതും പ്രണയിക്കേണ്ടതും തൻ്റെ പ്രണയത്തെ പറയേണ്ടതും എല്ലാം അള്ളാഹുവിനോടാണ്. ഈ മാതാപിതാക്കളെ നൽകിയവൻ, ഈ ഭാര്യയെയും മക്കളെയും ഗുരുവര്യന്മാരെയും ഒക്കെ നൽകിയവൻ അള്ളാഹുവാണല്ലോ. നിസ്കരിക്കുമ്പോൾ, നോമ്പെടുക്കുമ്പോൾ, സൽക്കർമ്മങ്ങൾ ചെയ്യുമ്പോഴൊക്കെയും അള്ളാഹുവിനെ പ്രണയിച്ചുകൊണ്ട് ചെയ്തു നോക്കൂ. എത്ര രസമുണ്ടായിരിക്കും! നിസ്കാരം എന്ത് ആനന്ദമായിരിക്കും! നോമ്പെടുക്കാൻ എന്ത് രസമായിരിക്കും! സുഹൃതങ്ങൾക്ക്, നന്മകൾക്ക്, അള്ളാഹുവിൻ്റെ സ്മരണകൾക്ക്, ദിക്റുകൾക്ക്. ദിക്റ് നാവ് കൊണ്ടുണ്ട്, ഹൃദയം കൊണ്ടുണ്ട്. വെറും നാവിൽ മാത്രമുള്ള ദിക്റുകൾക്ക് ഫലമില്ല. ഹൃദയവും നാവും ഒരുമിച്ചുള്ള ദിക്റുകളായി തീരണം. അല്ലെങ്കിൽ ഖൽബിൻ്റെ ഉള്ളിൽ എപ്പോഴും അല്ലാഹ് എന്ന ആ വലിയ ചിന്ത വരണം. ആ ചിന്തകൾക്കൊക്കെ വലിയ മധുരമായിരിക്കും. എത്ര സമയം കഴിഞ്ഞാലും, എത്ര പാതിരാത്രിയായാലും മടുപ്പ് വരില്ല, ഉറക്കം വരില്ല. ഒന്നും, ഒരു മടുപ്പും നമ്മെ ബാധിക്കില്ല. അതുകൊണ്ട് നമ്മൾ ആദ്യമായി ചെയ്യേണ്ടത് അള്ളാഹുവിനെ പ്രണയിക്കാൻ പഠിക്കണം, അള്ളാഹുവിനെ സ്നേഹിക്കാൻ പഠിക്കണം. ഏറ്റവും അധികം നമ്മുടെ ഹൃദയത്തിൽ സ്നേഹിക്കപ്പെടേണ്ടത് അള്ളാഹുവിനെയാണ്. ആ സ്നേഹം ഖൽബിൽ ഊട്ടിയുറപ്പിക്കാനും ആ സ്നേഹം ഹൃദയത്തിൽ വളരാനുമുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ.